അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം എന്നുള്ളതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ ദാറ്റ് മേക്സ് പ്രയർ ഒബ്ലിഗേറ്ററി. നിസ്കാരം നിർബന്ധമാക്കാനുള്ള ഷർത്തുകൾ. നിസ്കാരം നിർബന്ധമാക്കാനുള്ള ഷർത്തുകൾ 4 അത് നമുക്ക് പഠിക്കാം. പിന്നെ സയൻസ് ഓഫ് കൺട്രോളിൻ്റെ പ്രായപൂർത്തിയാവുന്നതിൻ്റെ അടയാളങ്ങൾ. ഈ കാര്യങ്ങളാണ് നമുക്ക് സുപ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നമുക്കുള്ളത്. അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ് നിസ്കാരം. നിസ്കാരത്തെ കുറിച്ച് നമുക്ക് എന്താ അറിയാം. നിസ്കാരം എന്നുള്ളത് 5 വക്ത് നിസ്കാരമുണ്ട്. നമുക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നിസ്കാരം. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്, ഇങ്ങനെ ഓരോ നിസ്കാരങ്ങളുടെയും ഓരോ നിസ്കാരങ്ങളുടെയും റക്അത്തുകളുടെ എണ്ണവും നമുക്കറിയാം. ളുഹർ, അസ്ർ, ഇശാ ഈ 3 4 റക്അത്താണ്. മഗ്രിബ് 3 റക്അത്താണ്. സുബ്ഹ് 2 റക്അത്താണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെ സമയങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്തുകൾ. എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെങ്കിലാണ് നിസ്കാരം നമുക്ക് നിർബന്ധമായി തീരുക. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാനുണ്ട്. ലാ ഹൗല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാത്ത. നിസ്കരിക്കാത്തവനിക്ക് ബഹുമാനപ്പെട്ട പുണ്യമായ നമ്മുടെ ദീനുൽ ഇസ്ലാമിന് യാതൊരു സ്ഥാനവുമില്ല. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിന് യാതൊരു അവകാശവുമില്ല. എങ്ങനെയാണെങ്കിലും ബുദ്ധിയുള്ള കാലത്തോളം നിർബന്ധമായിട്ടും നമ്മൾ നിസ്കരിച്ചിരിക്കണം. നിൽക്കാൻ കഴിയാത്തവന് ഇരിക്കണം, ഇരിക്കാൻ കഴിയാത്തവനോ കടന്ന് നിസ്കരിക്കണം. കിടന്നിട്ട് ഒരു സൈഡിൻ്റെ ഭാഗത്ത് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കണം, അല്ലെങ്കിൽ മറുഭാഗത്ത് ചെരിഞ്ഞ് നിസ്കരിക്കുക, മലർന്ന് കിടന്ന് നിസ്കരിക്കുക. അവസാനം അവനവൻ്റെ മൈൻഡിൽ ആ നിസ്കാരത്തിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നിട്ടെങ്കിലും നിസ്കാരം പൂർത്തിയാക്കണം. അപ്പോൾ അത്രമേൽ മനുഷ്യന് ബുദ്ധിയുള്ള കാലത്തോളം, ബുദ്ധി സ്ഥിരതയുള്ള കാലത്തോളം നിസ്കാരം നിർബന്ധമാണ്. അപ്പോൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. അത്രമേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു കോട്ടാണ് നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല. നോക്കാം, എന്നാണ് നിസ്കാരം നിർബന്ധമായത്. നിസ്കാരം നിർബന്ധമായത് നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27 രാവിലാണ്. പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നുബുവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27 രാവിലാണ് നിസ്കാരം നിർബന്ധമാകുന്നത്. ഇനി ഏതൊക്കെയാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നുള്ളത് നോക്കാം. ഇതാണ് ഈ ചാപ്റ്ററിലെ സുപ്രധാനമായ ഒരു കണ്ടന്റ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. ഒന്നാമത്തത് മുസ്ലിം ആവണം. മുസ്ലിം അല്ലാത്തവന് നിസ്കരിക്കുക എന്നുള്ള ബാധ്യത എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്നാൽ നിസ്കാരം നിർബന്ധമാക്കാനുള്ള ഷർത്ത് നമ്മളൊക്കെ മുസ്ലിമായി എന്നുള്ളതാണ് ഫസ്റ്റ് ഷർത്ത്. മുസ്ലിം ആയിരിക്കണം. രണ്ടാമത് പ്രായപൂർത്തിയാവുക. ഒന്ന് മുസ്ലിം ആയിരിക്കണം, രണ്ടാമത് പ്രായപൂർത്തിയാവണം. നമുക്ക് ഇതേ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. എങ്ങനെ പ്രായപൂർത്തിയായതിൻ്റെ അടയാളം എന്താണെന്നുള്ളത് ഇതേ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. രണ്ടാമത് പ്രായപൂർത്തിയാവുക. മൂന്നാമത് ബുദ്ധി ഉണ്ടായിരിക്കുക. ബുദ്ധി ഇല്ലാത്ത ഒരാള്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. അത് പഠനത്തിൽ ഉപയോഗിക്കാനും നമ്മുടെ മറ്റ് നല്ല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാനും അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ബുദ്ധി ഉണ്ടായിരിക്കുക, വകതിരിവുണ്ടായിരിക്കുക. ആ ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാവണം. പക്ഷേ ബുദ്ധി സ്വയം നഷ്ടപ്പെടുത്താറുണ്ട് ചിലർ. അതിവിടെ പരിഗണിക്കൂല. ലഹരി ഉപയോഗിച്ചിട്ട്, കഞ്ചാവ് ഉപയോഗിച്ചിട്ട്, മറ്റേ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഉപയോഗം മറ്റുള്ള ശരീരത്തിന് ഹാനികരമായ തെറ്റായ മാർഗത്തിലൂടെ ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാനും പാടില്ല. അത് ചെയ്യുന്നത് ഹറാമാണ് എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള രീതിയിൽ ബുദ്ധി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് നിസ്കരിക്കുക എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് ഒഴിവല്ല. അടുത്തത് ഹൈലോ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക. ഹൈലോ നിഫാസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് മാത്രമല്ല, അവരതിൽ ഖളാ വീട്ടൽ പോലും ഹറാമാണ്. നിസ്കരിക്കൽ ഹറാമാണ് എന്ന് മാത്രമല്ല, അതിൽ ഖളാ വീട്ടാൻ പോലും പാടില്ല.
എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുസ്ലിം ആയിരിക്കുക, പ്രായപൂർത്തി ആവുക, അതുപോലെ ബുദ്ധി ഉണ്ടായിരിക്കുക, ഹൈദ് നിഫാസ് എന്നിവയിൽ ശുദ്ധി ആയിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് ഇതിൽ ഷർത്തായിട്ടുള്ളത്. ഇനി ഹൈദ് നിഫാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഹൈദ് നിഫാസിന്റെ കാര്യങ്ങൾ, ഹൈദ് നിഫാസ് ഉള്ളവർക്ക് നിസ്കാരം നിർബന്ധമില്ല, അവർ നിസ്കരിക്കാൻ പാടില്ല, അത് ഖളാ വീട്ടാനും പാടില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും മിനിമം ഏജ് ഹൈദ് ഉണ്ടാവാനുള്ള ഏറ്റവും ചുരുങ്ങിയ പ്രായം എത്രയാണ്? 9 വയസ്സാണ്. 9 വയസ്സാണ് ഹൈദ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും ചുരുങ്ങിയ പ്രായം. പിന്നെ ഇത്തരത്തിൽ ഹൈദ് നിഫാസ് ഉള്ള സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ്, നിഷേധിക്കപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്ന് മാത്രമല്ല, ആ ഒരു സമയത്തുള്ള നിസ്കാരങ്ങളെ നമ്മൾ ഖളാ വീട്ടാനും പാടില്ല. പെൺകുട്ടികൾക്കാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഹൈദ് നിഫാസ് ഉണ്ടായിരിക്കുക. അവർക്ക് ഹൈദ് നിഫാസ് ഉള്ള സമയത്ത് അവർ നിസ്കരിക്കാൻ പാടില്ല, ഖുർആൻ ഓതാൻ പാടില്ല, തൊടാൻ പാടില്ല എന്നല്ല, ഓതാൻ പോലും പാടില്ല. പിന്നെ ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന നിസ്കാരങ്ങളെ ഖളാ വീട്ടാൻ പോലും പാടില്ല. ഇത് 2 ചിത്രങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി, ചെറിയ കുട്ടി അവിടെ നിസ്കരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് ഒരാൾ ലഹരി ഉപയോഗിച്ചുകൊണ്ട്, കള്ളു കുടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ബോധം നഷ്ടപ്പെടുത്തി നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട്. ഇതിൽ ആർക്കാണ് നിസ്കാരം നിർബന്ധമായിട്ടുള്ളത്? കുട്ടിക്ക് നിർബന്ധമാണോ? അല്ല. കാരണം എന്താ? കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല. പക്ഷെ മറ്റേ ആൾ അങ്ങനെയല്ല. അവന്റെ ബുദ്ധി തനിക്കില്ല, ബുദ്ധി അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അവൻ സ്വയം നഷ്ടപ്പെടുത്തിയതാണ്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വയം നഷ്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അവനിക്ക് നിസ്കാരം നിർബന്ധമാണ്. ഇനി ഇത്തരത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പാരൻസിന്റെ ഡ്യൂട്ടി എന്താണ്? പാരൻസ് അവരെന്ത് ചെയ്യണം? ഈ കുട്ടിക്ക് 7 വയസ്സാകുന്ന സമയത്ത് പാരൻസ് കുട്ടിയോട് എന്ത് ചെയ്യണം? നിർദ്ദേശിക്കണം, നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം. കുട്ടിക്ക് 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ കുട്ടിയെ അടിക്കണം, പണിഷ് ചെയ്യണം. അവരെ ഡിസിപ്ലിൻ വേണ്ട രീതിയിൽ അവരെന്ത് ചെയ്യണം? ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കണം. അവരെ അടിച്ച് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. കാരണം നിസ്കാരം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഡ്യൂട്ടി ഉള്ളത് രക്ഷിതാക്കൾക്കാണ്. 10 വയസ്സായാൽ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ കുട്ടിയെ അടിച്ചിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രായപൂർത്തി എത്തണമെന്ന്. പ്രായപൂർത്തി എത്തുക എന്ന് എന്താണ്? പ്രായപൂർത്തി എത്തുന്നതിൻ്റെ അടയാളങ്ങൾ. പ്രായപൂർത്തി എത്തുന്നതിൽ ഏതെങ്കിലും ഒന്ന്, ഈ 3 അടയാളങ്ങളാണുള്ളത്. ഈ 3 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ പ്രായപൂർത്തി ആകുന്നതാണ്. ഒന്നാമത്തത് 15 വയസ്സാവുക. മറ്റൊന്നും ഉണ്ടായില്ല, കുട്ടിക്ക് 15 വയസ്സായി, പ്രായപൂർത്തിയായി. 15 വയസ്സാവുക എന്നുള്ളതാണ് വയസ്സ് കണക്കിൽ കുട്ടിയുടെ പ്രായപൂർത്തി. ഇനി മനിയെ പുറപ്പെടുന്ന സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലോ കുട്ടിക്ക് പ്രായപൂർത്തിയായി എന്നല്ലേ അതിനർത്ഥം. മറ്റൊന്ന് ഹൈദ് ഉണ്ടാവുക. പെൺകുട്ടികൾക്ക് ഹൈദ് ഉണ്ടാകും. ഹൈദ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രായപൂർത്തിയായി എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. 15 വയസ്സാവുക, മനിയെ പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. ഇനി സുപ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന്റെ വിഷയം വളരെ ഗൗരവകരമാണ്, നമുക്കറിയാം. അത് നിസ്കാരം സമയത്തിന് എന്ത് ചെയ്യണം? സമയം ഏതാണോ നിസ്കാരത്തിന്റെ സമയം, ആ സമയത്ത് തന്നെ അത് നിർവഹിക്കണം. എന്ന് മാത്രമല്ല, നിസ്കാരം ഖളാ ആകുന്നതിന് ഉള്ള ആകെ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന് ഉറക്കമാണ്, മറ്റൊന്ന് മറവിയാണ്. ഇതല്ലാത്ത കാരണങ്ങൾ യാതൊന്നും തന്നെ അംഗീകരിക്കപ്പെടുന്നതല്ല. എന്ന് മാത്രമേ നിസ്കാരം അഥവാ ഒരാൾക്ക് നഷ്ടപ്പെട്ടു, മറ്റേതെങ്കിലും കാരണത്താൽ നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനടി, എപ്പോഴാണോ നമുക്ക് വീട്ടാൻ കഴിയുന്നത്, ഉടനടി എന്ത് ചെയ്യണം? അത് വീട്ടുക തന്നെ ചെയ്യണം. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഒന്ന് റിവൈസ് ചെയ്യാം. എന്നാണ് നിസ്കാരം നിർബന്ധമായത്? വിഭവത്തിന്റെ 11ാം വർഷം റജബ് മാസം 27 രാവിനാണ്. പിന്നെ എന്തൊക്കെയാണ് നിസ്കാരം നിർബന്ധമാകാനുള്ള കണ്ടീഷൻസ്, ഷർത്തുകൾ എന്തൊക്കെയാണ്? മുസ്ലിം ആവുക, പ്രായപൂർത്തിയാവുക, ബുദ്ധി ഉണ്ടായിരിക്കുക, ഹൈദ് നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. ഏത് നിസ്കാരമാണ് ഖളാ വീട്ടാൻ പാടില്ലാത്തത്? ഹൈദ് നിഫാസ് ഉള്ള സമയത്ത് ഉള്ള നിസ്കാരങ്ങളെ ഖളാ വീട്ടാൻ പാടില്ല. പിന്നെ എന്തൊക്കെയാണ് പ്രായപൂർത്തിയായതിൻ്റെ അടയാളങ്ങൾ? ഒന്നെങ്കിൽ 15 വയസ്സാവുക, അല്ലെങ്കിൽ മനിയെ പുറപ്പെടുക, അല്ലെങ്കിൽ ഹൈദ് രക്തം പുറപ്പെടുക, ഹൈദ് ഉണ്ടാവുക. ഇത്രയാണ് ഈ 3 ഏതെങ്കിലും ഒന്നുണ്ടായ കുട്ടിക്ക് എന്തായി? പ്രായപൂർത്തിയായി എന്നർത്ഥം. ഇനി മിനിമം ഏജ് എന്താണ്? ഹൈദിന്റെ മിനിമം ഏജ് എത്രയാണ്? ഏകദേശം 9 വയസ്സ്. ഇനി വാട്ട് ആർ ദ ഡ്യൂട്ടി ഓഫ് പാരൻസ്?
പാരൻസിൻ്റെ ഡ്യൂട്ടി എന്താ? പാരൻസിൻ്റെ ഡ്യൂട്ടി 7 വയസ്സായാൽ കുട്ടിയോട് എന്ത് ചെയ്യണം? കൽപ്പിക്കണം, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിന്റെ മേലെ കുട്ടി അടിക്കണം. ആരൊക്കെ നമ്മൾ ബുദ്ധിയുള്ളവർ എന്നുള്ളത്, ബുദ്ധി ഇല്ലാത്തവർ എന്ന് പറയുന്നത് ആരാ? ലഹരി ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിയവരെ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരെന്ന് പറയോ? ഇല്ല, അവരെ അതിനെ പരിഗണിക്കുന്നതല്ല. ഇനി ഖള ആകുന്നതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഉറക്കം, മറവി. ഇനി അഥവാ ഒരു റീസണുകളായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഖള ആയിക്കഴിഞ്ഞാലോ എന്ത് ചെയ്യണം? ഉടനടി ഖള കൂട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മൾ കണ്ടീഷൻസ് പഠിച്ചോ, അതുപോലെ നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ പഠിച്ചോ, ഒന്ന് നിങ്ങളൊന്ന് സ്വയം റിവൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രായപൂർത്തിയായോ ആവോ എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടയാളങ്ങൾ അത് നിങ്ങൾ സ്വയം പഠിച്ചോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.